നമസ്കാരം, അമൃതാണ്. റൈഫിൾ ക്ലബ്ബ്. ഞാനും മോനും കൂടെയാണ് ഈ സിനിമ കണ്ടത്. എനിക്ക് ഈ പൊതുവെ കാടിൻ്റെ പശ്ചാത്തലം, അതായത് സിനിമ തുടങ്ങുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഇത് മാറിയാലും ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ എക്കോസിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സിനിമ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് കാടിൻ്റെ ഒരു എക്കോസിസ്റ്റം ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് തന്നെ എനിക്ക് വർക്കാവും. കാരണം ആ കാടിൻ്റെ മനോഹാരിതയും ഓരോരോ സീൻ ബൈ സീൻ കുറച്ച് ഭംഗിയുണ്ടാവും. അത് കാണാൻ തന്നെ ഒരു കുളിർമയായിരിക്കും. അപ്പം ആ രീതിയിൽ ഈ സിനിമ തുടക്കത്തിൽ ഒരു ക്ലബ്ബിൽ നടക്കുന്ന ഒരു ഫൈറ്റും അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവമായിട്ടാണ്, ഒരു ഇൻസിഡൻറ്റുമായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും പിന്നെ സിനിമ അങ്ങോട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്, ഒരു ക്ലബിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പക്ഷെ അതൊരു ഗംഭീരമായ ഒരു എക്കോസിസ്റ്റത്തിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പം പിന്നെ അവിടെയാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ആദ്യമേ ഞെട്ടിച്ചളഞ്ഞത് ഹനുമാൻ കൈൻഡാണ്. അദ്ദേഹത്തിന്റെ ആ പാട്ടും അദ്ദേഹം വേൾഡ് വൈഡ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റെപ്യൂട്ടേഷനും ഒക്കെ വെച്ച് തന്നെ അതൊക്കെ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മാനറിസം ഒക്കെയാണ്. പക്ക ഒരു US ഗൈഡ് ഒരു മാനറിസം ഒക്കെയാണ് അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് മീറ്ററിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതായത് ആ വ്യക്തി എന്താണോ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കഥാപാത്രത്തിനെ ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ പാടിയിട്ടൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരുന്നാലും സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നാലും ഗംഭീരമായിരുന്നു. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആ ക്ലബിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും, ആ എല്ലാ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഓരോരോ കഥാപാത്രം ഒന്ന് വീക്കായി കഴിഞ്ഞാൽ അത് ആ എൻറ്റയർ ടീമിനെ അത് ബാധിക്കും. അത് ഒരു രീതിയിലും ഒരാളുടെ സൈഡിൽ നിന്ന് ഒരു കുറവും വരാതെ എല്ലാവരും അത് നല്ല അവരവരുടെ പാർട്ട് അവർ വളരെ ബ്യൂട്ടിഫുള്ളി ആ കഥാപാത്രങ്ങളായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. അതാണ് നമ്മൾ ആ മൂവിയിലോട്ട് അങ്ങനെ പിടിച്ചിട്ട് വെച്ചാൽ നമ്മളിവിടെ കണക്റ്റഡ് ആവും, നമ്മൾ ആ ഒരു ടീമിനൊപ്പം കൂടും. അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവർക്കെതിരെ ഉള്ളൊരു നമുക്കും ഒരു റിവെഞ്ച് വരും. അത് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വർക്കായി. പിന്നെ ഞാൻ എല്ലാ സിനിമകളിലും പറയാനുള്ള നമ്മളെ പൂർണ്ണമായിട്ട് സിനിമയിലോട്ട് അങ്ങ് കണക്ട് ആയി കഴിഞ്ഞാൽ അത് തന്നെ ഒരു സിനിമയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് മൃഗയ സിനിമയുടെ റെഫറൻസ് പറയുന്നത്, ഞാൻ ശരിക്കും ആ ആക്ടർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സിനിമാ നടനായിട്ടൊരു വിനീത് ഇതിനകത്തൊരു കഥാപാത്രത്തിന് ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും റഹ്മാനായിട്ടാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. പക്ഷെ ആ കഥാപാത്രം നല്ല രസമായിരുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവറി, ഇതൊരു നായകൻ ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. കുറെ കൂട്ടരായിട്ടുള്ള ഒരു ഗ്യാങ് വാർ പോലുള്ള ഒരു സംഭവമാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് ട്രാൻസിഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആനിമൽസിനെയും ഇതിനകത്തുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള കുറച്ചൊരു ട്രാൻസിഷൻ ഉണ്ട്. അതായത് ആ ഓരോ കഥാപാത്രങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ചില സന്ദർഭങ്ങൾ വരുന്നുണ്ട്. രസമുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന അത്ര ഈസി അല്ല. അത് എന്തായാലും ബ്യൂട്ടിഫുള്ളി ഈ സിനിമയ്ക്കകത്ത് വർക്കാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഈ സിനിമ വർക്കായി. പ്രത്യേകിച്ച് എൻ്റെ മകൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെക്സ് വിജയനാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. അത് നന്നായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ സീൻ എലിവേഷൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗൺ ഫൈറ്റ് കോറിയോഗ്രഫി. ഇപ്പോൾ ഗൺ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല ഒറിജിനൽ ഗൺസ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ആ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഡബിൾ ബാരൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുള്ള പരിപാടിയാണ്. പിന്നെ മെഷീൻ ഗണ്ണും മോസ്റ്റ് മോഡേൺ വെപ്പൺസും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഓൾഡ് സ്കൂൾ വേഴ്സസ് ന്യൂ സ്കൂൾ എന്നുള്ളൊരു ഫൈറ്റാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് ഒരുപാട് കോമഡിയും ഉണ്ട്. ആ സന്ദർഭോചിതമായിട്ടുള്ള കോമഡിയാണ്. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മകനും അത്ര എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.